18 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില കേട്ടോ സിംഗപ്പൂർ. ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതേപോലത്തെ ഒരു വണ്ടി ഇറക്കണമെങ്കിൽ 18 ലക്ഷം രൂപയാണ്. എത്ര ലക്ഷം രൂപ കൊടുത്താലും ഇതേപോലെ നമ്പർ പ്ലേറ്റ് കിട്ടിയില്ല. അപ്പം ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്ന പണ്ടത്തെ പോലെ ഇറങ്ങി ഓടുന്ന ക്ലാസിക്സ് 350 എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ പുറകിൽ നിന്ന് സ്കെച്ച് കാറിനുള്ളിൽ നിന്നൊക്കെ എത്തിയൊക്കെ നോക്കണ്. കലിച്ച പീസാണ്ട്, അതായത് കലിച്ച ലുക്കാണ് ഈ വണ്ടി കാണാൻ. അതെ രണ്ടാമത്തെ നമ്മുടെ അടുത്ത് 2 കിളിക്കുഞ്ഞാണ്, 2 മഞ്ഞ കിളിക്കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. ഇത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 650 ട്വിൻസാണ്, മറ്റേത് ഇൻ്റർസെപ്റ്ററാണ്. അപ്പോൾ ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ പുറകിൽ നിന്ന് സ്കെച്ച് കാറിനുള്ളിൽ നിന്നൊക്കെ എത്തിയൊക്കെ നോക്കണ്. എന്ത് വണ്ടിയാണ് പോകുന്നത്, കിട്ടുന്ന സാധനമുള്ള നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ അതൊരു കളിപ്പാട്ട മൂടല്ല, ഒരു പ്രോപ്പർ മോട്ടോർ സൈക്കിൾ നമ്മൾ പറയാൻ പറ്റിയ ഒരു മാരകമായിട്ടുള്ളൊരു ഹെവി മെഷീനാണ്. കളിയൊന്നുമില്ല. പിരലി ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. സിംഗപ്പൂർ മാർക്കറ്റിലെ റോയൽ എൻഫീൽഡ് ലീഡ് ചെയ്യണത്. അതായത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള 2 650s ആണ്. അത് ഇൻ്റർസെപ്റ്റർ, ഇത് ബെയർ 650. എക്സോസ്റ്റൊക്കെ കൊടുത്തേക്ക് ഒരു പ്രോപ്പർ സ്ക്രാംബ്ലർ ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്ന പണ്ടത്തെ പോലെ ഇറങ്ങി ഓടുന്ന ക്ലാസിക്സ് 350 എന്ന് പറയുന്നത്. പക്ഷേ മേഡ് ക്വാളിറ്റിയാണ്. അതായത് സീറ്റ് കണ്ട വേൾഡ് ക്ലാസ് ആണ്, ഒന്നും പറയാനില്ല. TFT ഒക്കെ ഉള്ളൊരു ബെയർ 650 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില കേട്ടോ സിംഗപ്പൂർ. ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതേപോലത്തെ ഒരു വണ്ടി ഇറക്കണമെങ്കിൽ 18 ലക്ഷം രൂപയാണ്. എത്ര ലക്ഷം രൂപ കൊടുത്താലും ഇതേപോലെ നമ്പർ പ്ലേറ്റ് കിട്ടിയില്ല. അപ്പം അത്രയും സ്പെഷ്യൽ വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഡെമോ ബൈക്കാണ്. നമ്മൾ ഇന്ന് റൈഡ് പോകണേന്, റൈഡ് പോകാൻ വേണ്ടി കുമ്പാരിക്കാവുന്ന വണ്ടിയാണ്ട. അപ്പം ഞാൻ ഈ വണ്ടി രണ്ടെണ്ണം കണ്ടപ്പോഴേക്കും നിങ്ങളെ കാണിക്കാൻ കൊടുത്ത്. നല്ല കളിച്ച് നിൽക്കണമല്ലേ, നല്ല രണ്ടും ഭയങ്കര ഐക്കോണിക്കാണ്ട്. ആൾക്കാരൊക്കെ പൊട്ട സ്കെച്ചാണ്ട. എന്ത് വണ്ടിയാണ് ഈ പോണേന്നാണ് ആൾക്കാർ നോക്കുന്നത്. ഒരു ട്രയംഫ് പോലത്തെ ഒരു മൂഡ് കിട്ടും. സംഭവം ഒരു ഇത്തിരി ടോളറാണ്, സീറ്റ് ഒരു ഇത്തിരി ടോളറാണ്, ഇത്തിരി ഹെവിയാണ്. പക്ഷേ നല്ല സ്റ്റേബിളാണ്ട. ചെറിയ വൈബ്രേഷൻ ഉണ്ട് ടയറിൻ്റെ രീതിക്ക്. ടയർ അത്ര റോഡ് ടയേഴ്സ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ രീതിക്ക് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെങ്കിലും 152 ഞാൻ ക്രൂസ് ചെയ്തിട്ടാ. 152 154 ഞാൻ ക്രൂസ് ചെയ്ത് വണ്ടി കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഓടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാൻ പറ്റും. ഞാൻ അങ്ങനെ റോയൽ എൻഫീൽഡ് പണ്ടത്തെ വണ്ടികൾക്ക് ശേഷം അങ്ങനെ ആദ്യമായിട്ടാണ് ഓടിക്കണത്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടി. അപ്പോൾ മൈക്കിളിൻ്റെ വണ്ടി കുറച്ച് പണിയെടുത്ത വണ്ടിയാണ്. അതേ ടെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓറിയൻസിൻ്റെ സസ്പെൻഷനാണ്. എക്സോസ്റ്ററൊക്കെ പെയിൻ്റ് അടിച്ചങ്ങനെയുണ്ട്. അതേ കേസൊക്കെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെന്താ ഇങ്ങനെ അതേ ഹാൻഡിൽ ബാറൊക്കെ ഇത്തിരി ഷോർട്ടൺ ആക്കിയിട്ടുണ്ട്. ബെയർ 650 ഇറങ്ങണേക്കാളും മുമ്പ് തന്നെ മൈക്കിളിൻ്റെ ഇൻ്റർസെപ്റ്റർ ബെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ ടെലിസ്കോപ്പിക് സസ്പെൻഷനൊക്കെയാണ്. പക്ഷേ പുതിയ വണ്ടി നമ്മുടെ ബെയർ 650 നമ്മളേക്ക് TFT ഒക്കെയാണ്. ഈ കൺസോളിൻ്റെ അവിടെ നല്ല രീതിക്ക് അപ്ഗ്രേഡ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. കണ്ട ഹാൻഡിൽ ബാറിൻ്റെ ക്വാളിറ്റി കണ്ട. അപ്പോൾ ഇതൊക്കെ പഴയ ഓൾഡ് സ്കൂൾ സ്വിച്ചസാണ്. സ്വിച്ചസൊക്കെ വെറുതെ ന്യൂ ആക്കി വിട്ടേക്കണ്ട. പിന്നെന്താ ഇത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ്, ഷോവേഡയാണ്. അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങൾ. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഹെഡിൽ നിന്ന് വന്നേക്കുന്ന പൈപ്പ് ഇവിടെ വന്നിട്ട് ഒന്നായിട്ട് ഒരു വെള്ളത്തിൽ കൂടെയൊക്കെ പോകാൻ പറ്റിയ ചെറിയ അഡ്വഞ്ചറൊക്കെ എടുക്കാൻ പറ്റിയ ഒരു എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത്. കാണാൻ നല്ല പ്രോപ്പർ ഫങ്ഷണലാണ്ട. ടയർ ഒരു ഇത്തിരി ചങ്കിയാണ് വലുത്. പിന്നെ വൈബറിൻ്റെ കാലിപ്പേഴ്സൊക്കെയാണ് കൊടുത്തേക്കുന്നത്. സിംഗിൾ സൈഡ് ഡിസ്കാണ്ട. അപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശരി മച്ചു, ഞാൻ ഈ റോയൽ എൻഫീൽഡ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് ഓടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ ജെന്റിൽമാൻ ബൈക്കാണ്. 150 ഓക്കെ 140 ക്രൂസ് ചെയ്യാൻ നല്ല സ്വീറ്റ് സ്പോട്ടാണ്. 140 പോട്ടെ 130 ക്രൂസ് ചെയ്യാം. ഓൾ ഡേ എവറി ഡേ ക്രൂസ് ചെയ്യാം. സീറ്റൊക്കെ അടിപൊളിയാണ്. പില്ലിയന് നല്ല കംഫർട്ടുള്ളതുണ്ട. ടെയിൽ സെക്ഷൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ മച്ചു വീഡിയോ. വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാട്ടാ.